In copying a second degree equation, to solve it, the term without x was written as 24 instead of minus 24. The answer found were 4 and 6. What are the answer of the correct problem? ഒരു രണ്ടാംകൃത സമവാക്യം പകർത്തി എഴുതിയപ്പോൾ എക്സ് ഇല്ലാത്ത പദം -24 പകരം 24 എന്ന് എഴുതിയപ്പോൾ ഉത്തരം കിട്ടിയത് 4, 6. ശരിയായ പ്രശ്നത്തിന്റെ ഉത്തരം എന്തൊക്കെയാണ്? നമ്മൾക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ എക്സ് ഇല്ലാത്തത് കോൺസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു ടേം ഉണ്ടാവുമല്ലോ, അത് ശരിക്കും -24 ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എഴുതിയത് 24 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസറുകളാണ് 4ഉം 6ഉം. എങ്കിലോ ശരിക്കുള്ള ഇക്വേഷൻ എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടെത്തിയത്. അപ്പൊ ആദ്യം നമുക്ക് ഈ തെറ്റ് വന്നപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഏതൊക്കെയാ? 4ഉം 6ഉം ആണ്. അത് വെച്ചിട്ട് നമുക്ക് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്യാം. അപ്പൊ x = 4, x = 6 എന്നിങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻസ് വരുന്നത്. അപ്പൊ ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക, അതേപോലെ ഈ 6നെയും ഇപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പൊ x - 4 x - 6 = 0 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ. ഇപ്പൊ രണ്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, x = 4 എന്നും x = 6. അത് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ആണ്. അപ്പൊ x - 4 × x - 6 ചെയ്താൽ മതി. +4 ആണ് ഇവിടെ ഉള്ളത്, അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ -4 ആവും. ഇവിടെ 6 ആണ്, അതും ഇപ്പുറത്തോട്ട് വരുമ്പോൾ -6 ആവും. അപ്പൊ x - 4 × x - 6 ചെയ്യുക. ആദ്യം x × x² വരും, പിന്നെ x × -6 6x, പിന്നെ -4 × x -4x, പിന്നെ രണ്ട് മൈനസ് ഗുണിക്കുമ്പോൾ എന്താവും? പ്ലസ് ആവും. 6 × 4 24 = 0. അപ്പൊ -6 - 4 -10x. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ കിട്ടി. നമ്മൾ പറഞ്ഞു -24 പകരം +24 ആണ് എഴുതിയത്. അപ്പൊ ഈ +24 സ്ഥാനത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം? -24 എന്ന് മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ x² - 10x -24 എന്ന് കിട്ടും. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ സൊല്യൂഷൻസും കിട്ടും. -b + or -√b² - 4ac കൊടുക്കുക, /2a കൊടുക്കുക, -b ആദ്യം മൈനസ് കൊടുത്തു, എന്നിട്ട് ബിയുടെ വാല്യൂ എത്രയാ? -10 ആണ്. ഓക്കെ, അപ്പൊ -10 + or -b² എന്ന് പറയുമ്പോൾ -10ന്റെ സ്ക്വയർ, -4 × 1 × c എന്ന് പറഞ്ഞാൽ -24 /2 × a എന്ന് പറഞ്ഞാൽ x² ന്റെ കൂടെ 1, a എന്ന് പറഞ്ഞാൽ x² ന്റെ കൂടെ, b എന്ന് പറഞ്ഞാൽ x ന്റെ കൂടെ, c എന്ന് പറഞ്ഞാൽ x ഇല്ലാത്ത ടേം. അപ്പൊ ഈ രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. -10ന്റെ സ്ക്വയർ 100 എന്ന് കിട്ടും. ഇവിടെ ഒരു -4 ഉണ്ട്, ഇവിടെ ഒരു -24 ഉണ്ട്. അത് രണ്ടും ഗുണിക്കുമ്പോൾ പ്ലസ് ആവും. അപ്പൊ 24 × 4 96 കിട്ടും. 100 + 96 196. ഇനി 196ന്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. റൂട്ട് കാണുന്ന ഞാൻ ഒരിട്ടം പറഞ്ഞാണ് കേട്ടോ. 6ലാണ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഒന്നെങ്കിൽ 4 × 4 16 6ൽ അവസാനിക്കും, ഇല്ലെങ്കിൽ 6 × 6. 10ന്റെ സ്ക്വയർ 100 ആണ്, 20ന്റെ സ്ക്വയർ 400 ആണ്. അപ്പൊ 100നും 400നും ഇടയിൽ. അപ്പൊ 14ഉം 16 ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ 14 × 14 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ 14 എന്ന് കിട്ടി. അപ്പൊ x = 10 + 14/2, അല്ലെങ്കിൽ x = 10 - 14/2. x = 24/2 അല്ലെങ്കിൽ x = -4/2. അപ്പൊ x = 12 അല്ലെങ്കിൽ x = -2. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. x = 12 അല്ലെങ്കിൽ x = -2. ഓക്കെ.